വഹിക്കുന്നു. സ്നേഹം ഒരു നാളും കുതിർന്ന് പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനോട് തിരിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖ്യമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെടുന്നത് പോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാത്മികൾ കർത്താവിനെ കേൾപ്പീൻ. കാഴ്ചകളെടുത്ത് തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധ കലങ്കാറ്റിൽ കർത്താവിനെ വന്ദിപ്പീൻ. എന്റെ വിശുദ്ധ റുഹാടും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർണ്ണ കൽപ്പനകൾ ആഗ്രഹിക്കുകയും നിന്റെ തിരികിതം പരിപൂർണമായി വർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് ഉത്തരവ് നൽകണമേ. നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കലകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി തിരികുകയും ചെയ്യണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പ്രസംഗിക്കുന്ന വിശുദ്ധ പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുവിന്റെ വിശുദ്ധ എവൻഗലിയോൻ നമ്മുടെ കർത്താവും ദൈവവും രക്ഷാവുമായിരിക്കുന്ന യേശുമശിഹ വിവാഹ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ച് പ്രകാരം പഠിപ്പിച്ചു. വചനങ്ങളെ പറഞ്ഞു യോർദാനക്കരേശത്തിന്റെ ചെന്നു പുരുഷാരവനെ പിൻചെന്നു. അവൻ അവിടെ വെച്ചവരെ സൗഖ്യമാക്കി പരീക്ഷന്മാർ അവന്റെ അടുക്കുമെന്ന് ഏത് കാരണം ചൊല്ലിയും കാര്യം ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവൻ സൃഷ്ടിച്ചവൻ ആദിയിലുള്ളവരെയാണ് പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഒരു ദേഹമായി തീരുമെന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേളാരെല്ലാവരും ദേഹം അത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന ഉത്തരം പറഞ്ഞു. അവർ അവനോട് 4 ഉപേക്ഷാപത്രം കൊടുത്തിട്ട് അവിടെ ഉപേക്ഷിക്കുവാൻ മോശ കൽപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു. അവനവരോട് നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രസംഗ നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച മറ്റൊരുത്തെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവരോട് സ്ത്രീയെ സംബന്ധിച്ച മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവനവരോട് വരൻ ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഷണന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യൻ ഷണന്മാരാക്കിയ ഷണന്മാരുമുണ്ട്. സ്വർഗായ നിമിത്തം തങ്ങളെ തന്നെ ഷണന്മാരാക്കിയ ഷണന്മാരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സൂക്ഷിക്കുന്നത് ഞാൻ പ്രാപ്തമാക്കേണ്ടതുണ്ട്. എന്റെ കുറ്റങ്ങളിൽ തിരിച്ചു കളയണം. എന്റെ പാപം എന്റെ വലിയ അനുഭവങ്ങളാൽ പിന്നെയോ പ്രഭുവിന്റെയും പൂർണ്ണ സഹായത്തിന്റെയും സമൃദ്ധിയും പ്രകാരം എന്റെ ആത്മാവിനെയുടെ ആത്മാക്കളെയും ശുദ്ധീകരിക്കണം. ആന്തരികമായ ജനങ്ങളെയും അവയവങ്ങളെയും നിങ്ങളുടെ പാക്കണമേ. എന്റെ വിചാരത്തെയും വിചാരങ്ങളെയും സഫലമാക്കണമേ. എന്റെ വിശുദ്ധ രഹസ്യങ്ങൾ കണ്ടു ഒരുവനായിട്ട് പ്രാപിക്കുമാറാകാം.
പ്രഭപ്രകാരം അടുത്തു വന്നിരിക്കുന്ന അങ്ങയുടെ നിർണയപ്രകാരം അടുത്തു വന്നിരിക്കുന്ന ഞങ്ങളെ ആശ്രയിക്കണം. ഇപ്പോഴത്തെ സ്തോത്രം ഈ മാസം ജന്മദിനത്തിന്റെ ദിവസത്തിൽ സ്മരണ ഉയർത്തും. കഴിഞ്ഞ ഒരു വർഷം വരെ വഴി നടത്തിയ നന്മകളെ തിരിഞ്ഞു നോക്കി നന്ദി പറയുവാൻ കാര്യം എന്റെ മക്കളെ സഹായിക്കുന്നതിനായ സ്തോത്രം നിർത്തിക്കൊള്ളും. ബലഹീനതയുള്ള കൊണ്ട് ശക്തിക്കവിടുന്നു, ബലഹീനതയുള്ള കൊണ്ട് ആന്തരിക അവയവങ്ങൾക്ക്, ആന്തരിക മനസ്സുകൾക്ക്, ആന്തരിക ചിന്തകൾക്ക് അവിടുത്തെ ശക്തി ദൈവകൃപയോടുകൂടെ നിലനിന്നു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ദർശനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, പ്രകാശിപ്പിക്കണമേ. പ്രിയപ്പെട്ടവർ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുമാനം സഹായിക്കും. യേശു ദൈവമായ ദൈവകൃപാവിനോടുകൂടി ദൈവകൃപ
എപ്പോഴും ഞങ്ങളോട് കൂടിയുണ്ട്. അവിടുന്ന് എപ്പോഴും ഞങ്ങളുടെ കാവലിനാണ് ഞങ്ങളോട്. നമ്മുടെ ബലഹീനതകൾ അനവരണമാണെങ്കിലും ബലഹീനതകളെ കർത്താവേ ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങൾ അർപ്പിച്ച സ്തോത്രകാഴ്ചകളെ സ്വീകരിക്കണമേ. ദൈവകൃപയിൽ നിലനിൽപ്പാനൊക്കെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇത് സമർപ്പിക്കാൻ അധ്വാനിക്കുവാൻ ആരോഗ്യം തന്നു, സമർപ്പിക്കുവാനുള്ള ധൈര്യം, ദൈവകൃപയിൽ നിലനിൽപ്പാനുള്ള ശക്തി, സ്വർഗത്തിലെ സകല നന്മകളും ഞങ്ങളെ ആദരിക്കണം. യേശു മസിഹാണ് തന്നെ. ആമേൻ. ആരാധനയുമായിട്ടുള്ള ബന്ധത്തിൽ, പരത്തോടുള്ള ബന്ധത്തിൽ ഇരിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചതിന് ഓരോ ഞായറാഴ്ച ഓരോ ആരാധനാ സമയങ്ങളിലും സഭയായി നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള ചില വേദഭാഗങ്ങളുണ്ട്. ആ വേദഭാഗങ്ങൾ വർഷം തോറും ആവർത്തിക്കപ്പെടുന്നതാണ്. എന്നാൽ ചിലതൊക്കെ റിപ്പീറ്റ് ചെയ്യാത്തതുമുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ വായിച്ചതായിട്ടുള്ള വേദഭാഗം ആവർത്തിക്കപ്പെടുന്നതായിട്ടുള്ള എല്ലാ വർഷവും ആവർത്തിക്കുന്നു. കുടുംബജീവിതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതായിട്ടുള്ള വേദഭാഗം നമ്മളോട്. ഇന്ന് ഒന്നാം പാഠവും രണ്ടാം പാഠവും എപ്പിസോഡും എല്ലാം നിങ്ങൾ വായിച്ച് കേട്ടപ്പോൾ ഇന്നത്തെ മെസ്സേജും അതിനകത്ത് വളരെ കൃത്യതയോടുകൂടിയാണ്, ക്ലാരിറ്റിയും കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിന്റെ പുസ്തകത്തിൽ ആണ് ആരംഭിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഏതെൻ തോട്ടത്തിൽ ആണ്. മനുഷ്യൻ എന്ന സംജ്ഞയിൽ തന്നെ പുരുഷനും സ്ത്രീയും ഉണ്ട്. ആദമും ഹവ്വയും മനുഷ്യന്റെ പ്രതീകം. കാരണം ആദാമിൽ നിന്നാണ് ഹവ്വ സൃഷ്ടിക്കപ്പെട്ടത്. ആദം ഗാഢനിദ്രയിലായിരുന്നപ്പോൾ ദൈവം അവന്റെ വാരിയലിൽ നിന്നൊന്നെടുത്ത് സ്ത്രീ ഉണ്ടാക്കിയതാണ്. ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് എത്ര വിദഗ്ധമായിട്ടാണ്, എത്ര ചിന്തനീയമായിട്ടാണ്, എത്ര ആഴമായിട്ടാണ് ഈ വചനങ്ങൾ നമ്മളോട് പറയുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അപകടമായിരിക്കുന്നതായിട്ടുള്ള ഒരു ബന്ധം അത് കുടുംബജീവിതത്തിലാണ് സംഭവിക്കുന്നത്. ദൈവം പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടാണ് അവന് സ്ത്രീയെ നൽകുന്നത്. ആ സ്ത്രീയെ അവൻ വേറൊരിടത്തുനിന്ന് കൊണ്ടുവരികയല്ല, അവനിൽ നിന്ന് തന്നെ എടുക്കുകയാണ്. അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസവും എന്നാണ്. അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം. അതുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് ഒരു വലിയ നിയോഗമാണ്. എന്നാൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതായിട്ടുള്ള വേദഭാഗത്ത് പറയുന്നു എല്ലാവരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കത്തില്ല. 12ാമത്തെ വാക്യത്തിൽ for there are eunuchs who were born that way from their mother's womb, and there are eunuchs who were made eunuchs by men. ഷണ്ണന്മാരാക്കിയ ഷണ്ണൻ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ണന്മാരാക്കി ജനിച്ചിട്ടുണ്ട് മനുഷ്യർ. ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ടോ? സ്വർഗരാജ്യത്ത് മൊത്തം ബംഗ്ലയെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിഭാഗമുണ്ട് വിവാഹത്തിലെ ആകാതെ ജീവിക്കുന്നതായി.
അത് ദൈവിക നിയോഗപ്രകാരമാണ്. വിവാഹിതരാകാതെ ജീവിക്കും. സ്വയം തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ സഭ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ സമൂഹം തീരുമാനിക്കുന്നു. അപ്പൊ വ്യത്യസ്തമായി. എന്നാൽ അത് വളരെ മൈനോറിറ്റിയാണ്. എന്നാൽ മെജോറിറ്റിയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. എന്നാൽ ഈ വേദഭാഗം നമ്മൾ വായിക്കുന്നതായിട്ടുള്ള സമയത്ത് പലപ്പോഴും പ്രസംഗിച്ചിട്ടുള്ള കഴിഞ്ഞ വർഷവും ഇത് തന്നെയായിരുന്നു വേദഭാഗം. ഇത് തന്നെ ഞാൻ പ്രസംഗിച്ചത് നിങ്ങൾ എന്തെങ്കിലും ഓർമ്മ. കുടുംബജീവിതത്തിന്റെ ഇമ്പോർട്ടൻസ് അത് ഗൗരവമായിട്ടെടുക്കേണ്ടതാണ്. പരീക്ഷന്മാർ അവരുടെ അടുത്ത് വന്നു, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന ഭീതമോ എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അതിനവൻ ശിക്ഷിച്ചവൻ ആദ്യം അവനെ ആണും പെണ്ണുമായി ശിക്ഷിച്ചു വന്നു. അത് മൊത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടു ഭാര്യയോട് പറ്റിച്ചെയ്തു. ഇരുവരും ഒരു ദേഹമായി തീരുമെന്നല്ല ചെയ്തത് നിങ്ങൾ വായിച്ചു. അത് ഉൽപ്പത്തി പുസ്തകത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് കർത്താവ്. For this reason a man shall leave his father and mother and be joined to his wife, and the two shall become one. അവർ ഒരു ശരീരമായി തീരും. ഇവിടെ ഒരു കോൺട്രാക്ട് എന്നുള്ളതിനപ്പുറം വിവാഹം ഒരു കോൺട്രാക്ട് ആണെന്നുള്ളതാണ്. അപ്പൊ സമൂഹം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കല്യാണം കഴിച്ചാലും ഇപ്പൊ നിയമം അനുവദിക്കുന്നുണ്ട് ഒരു സ്ത്രീക്ക് വിവാഹേതര ബന്ധത്തിൽ ജീവിക്കണമെന്ന് അവർക്ക് വേറെ പുരുഷനോടൊപ്പം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭർത്താവിന് വേണമെങ്കിലും ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ വേറെ സ്ത്രീയുമായി ജീവിക്കാം. അങ്ങനെ നിയമം അനുവദിക്കുന്നു. ആർക്കും കുറ്റം പറയാൻ പറ്റും. പണ്ടൊക്കെ ആണെങ്കിൽ സ്ത്രീക്ക് വേണമെങ്കിൽ ഇപ്പൊ എന്താണോ ഇയാള് ഇപ്പൊ എന്നോട് ഇപ്പൊ വേറെയാണ് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് നിയമങ്ങൾ മാറ്റി. എന്നാൽ ആത്മീയമായിട്ട് ഇരിക്കുമ്പോൾ സ്പിരിച്വലായിട്ട് ഇരിക്കും ഭയങ്കരമായിട്ടുള്ള തെറ്റാണ്. കർത്താവ് അത് പറയുന്നുണ്ട്. എന്തോ ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗ നിമിത്തമില്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം. വിവാഹിതരായിരിക്കുന്നതായിട്ടുള്ള സമയത്ത് തന്നെ ചിന്തകൾ വൈകല്യമായി പോയാൽ പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. പുരുഷനും പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, സ്ത്രീയും പ്രോസ്റ്റിറ്റ്യൂട്ട്. അത് മാരകമായിരിക്കുന്നതായിട്ടുള്ള തെറ്റായിട്ടാണ് ദൈവവചനം പറയുന്നത്. ഭയങ്കരമായ തെറ്റാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ പരിപാവന വിശുദ്ധി എന്ന് പറയുന്നത് വളരെ ഗൗരവമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ ചിന്തിക്കേണ്ടതാണ്. കുടുംബജീവിതം തുടരുന്നവർ ചിന്തിക്കണം. ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ യൂണിറ്റിയാണ്, ഹോളിനെസ് ആണ്. ഹോളിനെസ് ഇല്ലെങ്കിൽ നമ്മുടെ ദൈവമില്ല. അത് നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും ജീവിതത്തിലുമെല്ലാം ഈ ഹോളിനെസ് ഉണ്ടാകും. പരിശുദ്ധി എന്ന് പറയുന്നത് ആ പരിശുദ്ധിയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സംഗതി എന്ന് കർത്താവിലൂടെ പറയുകയാണ്. അപ്പൊ ഇതെല്ലാം പറയുന്ന സമയത്ത് കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നു. എന്ത് ചോദിക്കുന്നു? ശിഷ്യന്മാർ അവരുടെ സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവരവരോട് വരൻ ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല എന്ന് കർത്താവ് പറയും. അപ്പൊ ഈ വേർഡ് ഓഫ് ഗോഡ് ഇത് വളരെ ഗൗരവമായി കാണാൻ കഴിയണമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ ഇത് വരം ലഭിച്ചവർ മാത്രമേ ഇത് ഗൗരവമായി കാണൂ. വരം ലഭിക്കാത്തവർക്ക് ഈ വചനത്തെ ഗൗരവമായി കാണുവാൻ സാധിക്കും. അത് ഈ വചനം മാത്രമല്ല, ദൈവിക വചനത്തിന്റെ
എല്ലാ അന്തസത്തയും ഇങ്ങനെ തന്നെയാണ്. മനുഷ്യൻ തെറ്റിപ്പോവുകയാണ്. ആ തെറ്റ് അവന്റെ ജീവിതത്തെ തകർത്ത് കളയുകയാണ്. കുടുംബജീവിതത്തിന്റെ പരിപാവനതയാണ് ഇന്ന് ഈ ലോകത്ത് നാം കാണുന്നതായിട്ടുള്ള എല്ലാ നന്മയ്ക്കും കാരണം. കുടുംബജീവിതത്തിന്റെ പരസ്പരമുള്ള വിശ്വാസക്കുറവും പരസ്പരമുള്ള താല്പര്യമില്ലായ്മയാണ് കുടുംബജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്നുള്ളത് ദൈവം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് കുടുംബ ജീവിതം എന്ന് പറയുന്നത് പരിപാവനത വളരെ ഗൗരവമായി കാണുവാനായിട്ട് ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റിൽ പകരം അങ്ങനെയാണ് പരസ്പരമുള്ള വിധേയത്വം, സ്നേഹം, കരുതൽ, ഇതെല്ലാം കുടുംബജീവിതത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായി നിൽക്കേണ്ടതാണ്. പഴയ നിയമത്തിലെ അനേകം ആളുകൾ കുടുംബജീവിതത്തിന്റെ പരിപാവനതയെ വളരെ വ്യക്തമായി മോഡലായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അബ്രഹാമിന്റെയും കുടുംബം നല്ല ഒരു മോഡലായിട്ടാണ്. പഴയ പുതിയ നിയമത്തിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് സക്കറിയ പുരോഹിതന്റെ ജീവിതം ഏറ്റവും വലിയ മോഡലായിട്ടാണ് പരസ്പര വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പുണ്യം കണ്ടെത്തിയതായി ആളുകൾ. നമുക്കറിയാം അബ്രഹാമിനോടുള്ള സാറായിയുടെ വിശ്വസ്തയും സ്നേഹവും എല്ലാ കാലത്തും സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ടതാണ്. നിയമത്തിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് പുരോഹിത ഭാര്യ അവരുടെ കുടുംബ ജീവിതം സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ടതാണ്. എന്തൊക്കെ പരസ്പര ചർച്ചയില്ലായ്മ ഉണ്ടെങ്കിൽ പരസ്പരം ശരീരം വിശ്വസ്തയോടുകൂടെ ഭർത്താവ് ഭാര്യയ്ക്കും സൂക്ഷിക്കുവാൻ കഴിയും. സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ദൈവത്തിൽ കർത്താവ് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിവാഹബന്ധം സംബന്ധിച്ച് കർത്താവ് പറയുന്നതായിട്ടുള്ള നിയമങ്ങളാണിത്. ആ 5-ാമത്തെ വാക്യത്തിലാണ് വളരെ ഗൗരവമായി ഇരുവരും ഒരു ദേഹമായി തീരും, ഒരു ശരീരം. കാര്യം കർത്താവ് ഔദാർശികമായിട്ട് ഒരുമപ്പെട്ട് കഴിയുമ്പോൾ ഒരു ശരീരം. ആ ഒരു ശരീരം എന്നുള്ള അവസ്ഥയിൽ അത് മാറ്റപ്പെടുന്നത് ആ ഔദാർശികതയോട് നാം കാണിക്കുന്നതായിട്ടുള്ള ബഹുമാനക്കുറവ്. ആ ബഹുമാനക്കുറവാണ് പല കുടുംബങ്ങളെയും തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്, നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വചനം നമ്മളോട് എന്താ പറയുന്നത്? കുടുംബജീവിതം നയിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഔദാർശികപരമായി അവിടുന്ന് ഒരുമിച്ച് ചേർക്കപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ വഴിയിലൂടെ കൊണ്ടുപോകുക. ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ, സമൂഹത്തിന്റെ മുൻപിൽ ഈ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കാനായിരുന്നു. നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പരസ്പരമുള്ള വിശ്വാസം എങ്ങനെയുണ്ടെന്നുള്ളത് ഗൗരവമായി ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ
പരിശുദ്ധിയോടുകൂടി നമുക്ക് പങ്കെടുക്കാം. ഭാവിയിലെ കുടുംബജീവിതം എങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള വിശ്വാസം, പരസ്പരമുള്ള ഞങ്ങളുടെ ഇടപെടലുകൾ, ഞങ്ങളുടെ വിധേയത്വങ്ങൾ എവിടെയെങ്കിലും തെറ്റുപറ്റി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചിട്ട് തെറ്റുപറ്റിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അവിശ്വസ്തരായി ഇരുന്നിട്ടുണ്ട്. അവിശ്വസ്തത പൊട്ടണം. എൻ്റെ ഭാര്യയ്ക്ക് ഞാനും എൻ്റെ ഭർത്താവിന് ഞാനുമായി ഒരു ശരീരത്തിൽ ജീവിപ്പാൻ നിൽക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ ഉയരട്ടെ. ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. അതേ ഗൗരവത്തിന് വചനത്തെ ഉൾക്കൊള്ളുവാൻ കർത്താവേ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥന. തലകളെ കാണും ദൈവമായ കർത്താവ് അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് അവകാശികപരമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. എൻ്റെ സഹധർമ്മിണിയോട് ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ? എൻ്റെ ഭർത്താവിനോട് ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ? ചിന്തയിൽ കാണിച്ചിട്ടുണ്ടോ? പെരുമാറ്റത്തിൽ കാണിച്ചിട്ടുണ്ടോ? പ്രവർത്തിയിൽ കാണിച്ചിട്ടുണ്ടോ? അതെന്റെ ജീവിതത്തിന്റെ തെറ്റാണെന്ന് ഞാൻ അറിയും. എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ട് എന്നോട് ക്ഷമിച്ച് കുടുംബജീവിതത്തിന്റെ പാവനത മനസ്സിലാക്കി ഞങ്ങൾ ഒരു ശരീരമാണെന്നുള്ള ബോധം ജീവിപ്പാൻ കർത്താവേ ഞങ്ങൾക്ക് ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ആശീർവദിച്ചു പറഞ്ഞു. സ്വർഗീകരണയാൽ നീ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ കുറവുകളെ ക്ഷമിക്കണം. വീണ്ടും വരുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണമേ. വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ എഴുന്നേൽക്കുന്നു. അവസാനത്തിന്റെ പ്രാർത്ഥന ആശ്രയിച്ച ശുദ്ധീകരിക്കുന്നവരുമായ നിനക്ക് വിരോധമായി ഞാൻ ചെയ്തുപോയി സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടത്തിൽ സത്യമായി അനുഭവിക്കുന്നവരെയും നീ ചെയ്തിരിക്കുന്ന വാക്കത്തിൽ ഞാൻ വിശ്വസിച്ചു. സകലത്തിലും പിഴച്ചു ഞാൻ ഏറ്റുപറയും. കാര്യത്തിലും ഹൃദയത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകിയിച്ചു. കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെ പാപിയായ സ്ത്രീ കുരിശുവെച്ച് കഴുകി കൈക്കൊണ്ടവർ എന്നെ കൈക്കൊണ്ടു. എന്റെ തിരുവചനത്തിന്റെ തണുപ്പാൽ എന്നെ സൂക്ഷകെ കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പീൻ.
കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടേതായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാന സ്തോത്രമാണ് വലിയ സമാധാനത്തിൽ വഹിക്കപ്പെടുന്നു. എനിക്ക് പ്രിയമുള്ളവരെ, നിങ്ങൾ അവരോട് ഉണ്ടായിരിക്കട്ടെ. ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സർവ്വസൃഷ്ടിയുടെ നിർമ്മാതാവിന് സ്തോത്രം ചെയ്യുവാനും വഹിപ്പാനും സ്തുതിപ്പാനും സ്ത്രീകളുമായി വാനരസനകളാകുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും ചന്ദ്രങ്ങളും സ്ത്രീകളും എഴുതപ്പെട്ടിരിക്കുന്ന അതിരാതന്മാരായ മാലാഖമാരും പ്രധാനമാലാഖമാരും വിശ്വാസന്മാരും സുൽത്താന്മാരും അബ്ബന്മാരും ആവാസന്മാരും കയ്യന്മാരും കണ്ണുകളോടെയുള്ള പ്രഭന്മാരും കാര്യങ്ങളും മുഖങ്ങളും മൂടിക്കൊണ്ട് അന്യോന്യം പരന്ന ആകാശവും ഭൂമി നിലനിൽക്കുന്ന ആശയങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആരാധനയുള്ള സ്ഥാപന്മാർ സ്തുതിക്കുന്നവരെ നാം സ്തുതിക്കണം. നിങ്ങൾക്ക് വേണ്ടി തരുന്ന എന്റെ ശരീരമാകുന്നതിന്റെ ഓർമ്മയ്ക്കായി ചെയ്തു. ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധാശയന്മാർക്ക് കൊടുത്തുള്ള അവരും കുടിപ്പിൻ. ധനികർക്ക് വേണ്ടി പാപമോചനത്തിനായി ചെറിയ പുതിയ നിയമത്തിലുള്ള വ്യക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. പാനപാത്രം കുടിക്കുകയും കൊടുക്കുകയും മരണത്തെ പ്രസ്താവിക്കുന്നു. ചെയ്ത് കൃപ തോന്നി ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. തിരുച്ചിരമായിരിക്കാൻ പരിശുദ്ധ രൂപയെ സ്ഥിരീകരിക്കുമാറാകട്ടെ. രക്തമായിരിക്കാൻ പരിശുദ്ധ രൂപയെ സ്ഥിരീകരിക്കുമാറാകട്ടെ. ഞങ്ങളുമായി സംസ്കൃതമാരെയും ഞങ്ങളുടെ നേതാക്കന്മാരായ ജോസഫ്മാർ സഭകന്മാരെയും തോമസ് മാർ ദൈമത്യോസ്, ഐസക് മാർ ഫിലിക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തീത്തോസ്, സക്രിയാസ് മാർ അബ്രഹാം, ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സറാഫിമിന്റെ എപ്പിസ്കോപ്പന്മാരെയും ശിഷ്യന്മാർ ശമാശന്മാർ നിർവട്ടത്തിനടുത്ത് എല്ലാവരെയും സന്യാസ്ത്ര സുവിശേഷം എന്നിവരെയും കരുണയുടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ രൂഹാൻ ദാനം അവർക്ക് കൊടുത്ത് അവരെ വിശുദ്ധരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യാധിപന്മാർക്കും നിയമസഭകൾക്ക് വേണ്ടിയും പ്രത്യേകമായ വാരാധിപത്യത്തിന്റെ അധ്യക്ഷയ്ക്കും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കും ഈ രാജ്യത്തെ രാജാവിനും മന്ത്രിമാർക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനം വരവും നന്മ ചെയ്തിട്ടുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്നോടത്തെ കീഴ് അവരെ നടത്തേണമേ.
വരുമ്പോൾ അവരോടുകൂടെ ദോഷം പതിക്കുന്നവേ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. എനിക്ക് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരോടും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സകലത്തിന്റെയും ഉടയവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യും. തന്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും രക്ഷയുള്ള തന്റെ ലോകായ നാം സ്തുതിക്കുകയും ചെയ്യണം. നമുക്ക് മൂലമായ നമ്മളുടെ പേഴ്സണൽ നീഡ്സ്, വ്യക്തിപരമായ ആവശ്യങ്ങൾ കാണട്ടെ. ദൈവത്തിന്റെ മുഖാകരണ ഈ ദിവസങ്ങളിൽ നമ്മളോടുകൂടെ അവൻ നമ്മളെ കരം പിടിച്ചത് വഴി സ്വർഗത്തിലെ സകല നന്മകളും നമുക്ക് നൽകി നമ്മളെ ആദരിക്കുന്ന ദൈവം കൂടെയുണ്ട്. വേണ്ടവരെയും ദൈവങ്ങളെ പരസ്പര വിശ്വസ്തയോട് പുലർത്തി ഭാര്യയ്ക്ക് ഭർത്താവിനും ഭർത്താവിനും ഭാര്യയും വിശ്വസ്ത ദൈവമാക്കി വിശുദ്ധിയാണ്. കുടുംബജീവിതത്തിന്റെ പരിപാലനത കാത്തു സൂക്ഷിച്ചു. ദൈവിക നിയോഗപ്രകാരമാണ് ദൈവം നമുക്ക് ഒരു ഭർത്താവിനെ തന്നിരിക്കുന്നത്, ഒരു ഭാര്യയെ തന്നു. മരണം വരെ വിശ്വസ്തത ദൈവമാക്കി. ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് ഭാര്യ ഭർത്താവിനോട് കാണിക്കുന്ന വിശ്വസ്തത. ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് ഭർത്താവ് ഭാര്യയോട് കാണിക്കുന്ന വിശ്വസ്തത. പരസ്പരം വിശ്വസ്തതയില്ലെങ്കിൽ ദൈവത്തോട് നമുക്ക് വിശ്വസ്തതയില്ല. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ദിവസങ്ങളിൽ നേരെയാകുവാനുള്ള വചന കേൾവിയാണെന്ന് നമുക്ക് ലഭിച്ചു. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമെന്ന് കുറവുകളെ ക്ഷമിക്കണമെന്ന് ഒമാനിലുള്ള എല്ലാ വിശ്വാസമൃത്തിയും സ്വഭാവമുള്ള വിശ്വാസമൃത്തിയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സഹായിക്കണമെന്ന് നമ്മുടെ തിരുമേനിമാരെ അച്ഛന്മാരെയൊക്കെ ഒമാനിലേക്ക് വരുന്ന അച്ഛന്മാരെയോ വളരെ സൂക്ഷിപ്പം അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ദൈവത്തിന്റെ കരുണ എല്ലാവരുടെ ഉണ്ടാകുവാൻ ദിവസങ്ങളിൽ നമുക്ക് അപേക്ഷിക്കും. നാട്ടിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ, വാർദ്ധക്യത്തിലായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ. ഇന്ന് നമ്മുടെ ആരാധനയ്ക്ക് കൂടെ ഇല്ലാത്തവരെയോ നാട്ടിലേക്ക് പോയിരിക്കും, യാത്രയിലായിരിക്കും. ദൈവത്തിന്റെ കരുണ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആനുവൽ ജനറൽ ബോഡി ഇത് കഴിഞ്ഞ് നടക്കും. കഴിഞ്ഞ ഒരു വർഷം ചുമതലയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു വരിക അനുഗ്രഹമായി മുൻപോട്ട് നടക്കുവാൻ സഹായിക്കുന്നു. പ്രവീണികളെ പുതിയണമെന്നില്ല യേശു മസിഹാമൂലം അടിയുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ശുദ്ധിയുള്ളതും മഹത്വമുള്ളതും ശുദ്ധിയല്ലാത്തതും സ്വയംഭൂവായതും അതിലെല്ലാത്തും മന്യമായിരിക്കുന്നതും തത്വരേകത്വമുള്ളതുമായ തത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നാം എല്ലാവരോടും എന്നേക്കുണ്ടായിരിക്കട്ടെ. നാം
ഉയർത്തുന്നതുമായ ജീവനും വിശുദ്ധിയുടെ ഒരു കാര്യങ്ങളോടുകൂടെ കർത്താവിന്റെ തിരുനാമം നീക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് താൻ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. സ്തുതി. പരിപാലിക്കുന്നതുമായ ദൈവോത്രാപകാരം ചിന്തിക്കുന്നതായ എന്റെ യാഗത്താൽ എന്റെ അടിയാർക്ക് പാവമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാമല്ലാത്ത വലുത് നീട്ടി കടകളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ നീക്കും തിരുസഭയുടെ മുഖപ്രസാദത്തിനുമായി ഗാകുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ രക്തങ്ങളെ കൈക്കൊള്ളുന്ന ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന ശിഷ്യാന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും ദൈവത്തിന്റെ ആർദ്രകരണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവേ, ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവിനേക്ക് വേണ്ടി മരിച്ചെന്നുള്ള ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക.
ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ പാലം ചെയ്ത രക്തം ഞങ്ങൾക്കാർക്കും ഒരിക്കലും പ്രതിപകർത്തും ശാപനമായി ഭവിക്കരുത്. എന്നാലോ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവൻ രക്ഷിക്കുമാക്കി തീർക്കണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. തിരുസഭയെ നീ സ്ഥിരമാം പാറമേൽ ഉറപ്പിക്കണമേ. ഭരണക്കാരെ നിൻ ഭുജത്താൽ നീ കാത്തിടണമേ. പട്ടക്കാരെയും ശംശാനരെയും അലങ്കരിക്കണമേ. കാരോയരെയും ഗായകരെയും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിന്റെ യാഗത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്ചയോടും അനുഗ്രഹങ്ങളോടും വിശുദ്ധാത്മത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നിങ്ങളെ പരിവേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോവീൻ. സമീപസ്ഥൻ കർത്താവിന്റെ ദയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിഷ്ണുമാമോദീസായാൽ ദൃഢപ്പെട്ടിരിക്കുന്നവരുമായുള്ള നിങ്ങളുടെ കടകളെ പരിഹരിക്കും. നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും. നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും
ചെയ്യും. സന്തോഷത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ.